ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡാരോൺസ് പെറ്റ് ടെക് വേൾഡ്. എല്ലാ സീസണിലും നമ്മുടെ ഗാർഡനിൽ മാങ്ങ വേണമെന്നുള്ളവർക്ക് വാങ്ങി വെക്കുവാൻ പറ്റിയ ഒരു ഇനമാണ് ഓൾ സീസൺ മാംഗോ. നല്ലൊരു ശതമാനം ആളുകളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം സ്ഥലപരിമിതി തന്നെയാണ്. അപ്പോൾ പിന്നെ വലിയ മാവുകൾ വളർത്തുന്നത് പ്രായോഗികമായ കാര്യമല്ല. ഇങ്ങനെയുള്ളവർക്ക് ഡ്രമ്മുകളിലും ചട്ടികളിലുമൊക്കെ വെച്ച് വളർത്തുവാൻ പറ്റിയ ഒരു ഇനമാണ് ഓൾ സീസൺ മാംഗോ. വളരെ പതിയാണ് ഇതിൻ്റെ വളർച്ച എന്നതും ശ്രദ്ധേയകരമായ ഒരു കാര്യമാണ്. ഈ മാവ് രണ്ടാമത്തെ ഓൾ സീസൺ മാവിൻ തൈയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇതിനു മുമ്പ് വാങ്ങി വെച്ച മാവിൽ നിന്നും 1-2 മാങ്ങയും വിളവെടുത്തതാണ്. നിർഭാഗ്യവശാൽ ചില കാരണങ്ങൾ കൊണ്ട് മാവ് നശിച്ചു പോവുകയാണ് ഉണ്ടായത്. അതിൽ നിന്നും കുറച്ച് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് രണ്ടാമത്തെ മാവിൻ തൈ വെക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും 1-2 കാര്യങ്ങൾ ചെയ്തതിന് ശേഷമേ മണ്ണിൽ ചെടികളായാലും പച്ചക്കറി തൈകളും ഫലവൃക്ഷങ്ങളും ഒക്കെ വെക്കാവൂ. ഇതിൽ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം മണ്ണിൻ്റെ pH കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സ്ഥലത്തിലെ മണ്ണിൻ്റെ pH ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ pH സ്റ്റെബിലൈസ് ചെയ്യേണ്ട ആവശ്യകത വേണ്ടിവരും. ഈ ഒരു പ്രക്രിയയ്ക്ക് ശേഷമേ മണ്ണിൽ തൈകൾ വെച്ച് കൊടുക്കാവൂ. രണ്ടാമതായി പ്ലാന്റ് നഴ്സറികളിൽ നിന്നും വാങ്ങുന്ന തൈകളിൽ നിറച്ചിരിക്കുന്ന ചെളിമണ്ണാണ് പ്രശ്നം. നിലത്തായാലും ഡ്രമ്മുകളിലായാലും തൈകൾ വെക്കുമ്പോൾ ഗ്രോ ബാഗിലെ കുറച്ച് ചെളിമണ്ണ് വേര് പോകാതെ ഇളക്കി കളഞ്ഞതിന് ശേഷം മാത്രമേ വെച്ച് കൊടുക്കാവൂ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തൈകളുടെ വേരുകൾക്ക് വളരെ പെട്ടെന്ന് മണ്ണിലേക്ക് ഇറങ്ങുവാൻ സഹായിക്കുന്നു. ഇതുമൂലം തൈകൾ നല്ലതുപോലെ വളരുകയും ചെയ്യുന്നു. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ചെളിമണ്ണിൽ കുറച്ചു കാലം കഴിയുമ്പോൾ മാവിൻ്റെ വേരുകൾ കേടായി മാവ് നശിച്ചു പോകുവാൻ കാരണമാകും. ഇനിയും മാവിൻ്റെ തൈ ഡ്രമ്മിൽ നടുന്ന രീതി ഒന്ന് കണ്ടാലോ. ആദ്യമായി ഡ്രമ്മിൽ നിറയ്ക്കുവാനുള്ള മിശ്രിതം തയ്യാറാക്കാം. ആവശ്യത്തിന് മണ്ണും ചാണകപ്പൊടിയും എല്ലുപൊടിയും ചകിരിച്ചോറുമായി മിക്സ് ചെയ്തെടുക്കുക. ഡ്രമ്മിൽ തൈകൾ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡ്രമ്മിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമായാലും മഴവെള്ളവും ഒക്കെ നല്ല രീതിയിൽ ഡ്രമ്മിൽ നിന്നും വാർന്നു പോകുവാൻ ഇടയാകണം. ഇതിനുവേണ്ടി ഡ്രമ്മിൻ്റെ അടിഭാഗത്ത് ആവശ്യത്തിന് ഡ്രെയിൻ ഹോളുകൾ ഇട്ടുകൊടുക്കുക. ഇതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ഡ്രമ്മിൻ്റെ പകുതിയോളം നിറച്ചെടുക്കുക. മണ്ണിൻ്റെ നടുവിൽ ചെറിയൊരു കുഴിയെടുത്ത് ഗ്രോ ബാഗിൽ നിന്നും മാവിൻ തൈ എടുത്ത് ചെളിമണ്ണ് വേര് പോകാതെ കുറച്ച് നീക്കം ചെയ്തതിന് ശേഷം വെച്ചു കൊടുക്കുക. തൈയുടെ ചുവട്ടിൽ മണ്ണിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാവിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം മുകളിൽ കാണത്തക്ക രീതിയിൽ വേണം ചെയ്യുവാൻ. മാവിൻ തൈ വളരുന്നതിന് അനുസരിച്ച് സമയാസമയങ്ങളിൽ ജൈവവളങ്ങൾ ഡ്രമ്മിൽ ഇട്ടുകൊടുക്കുകയും ചെയ്യാം. വ്യൂവേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റായി പ്രതീക്ഷിച്ചുകൊള്ളുന്നു. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.